Dear students, welcome to the class. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ എന്താണ് പറഞ്ഞത്, കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് സൈബർ ക്രൈംസ് എന്നൊക്കെയുള്ള നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് ഇൻഫർമേഷൻ ഓവർലോഡ് ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ ഓവർലോഡ് ഈസ് എ ഫിനോമിനൻ ഓഫ് ഹാവിങ് സോ മച്ച് ഇൻഫർമേഷൻ ദാറ്റ് ക്രിയേറ്റ്സ് ദ പ്രോബ്ലം to decide what the information is important or unimportant rather than helping people to solve problems and make decisions. Information overload is a description given to the phenomenon where so much information is taken in by the human brain that it becomes nearly impossible to process it. അപ്പോൾ ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻസ് എന്താവുക, ഒരുപാട് ഇൻഫർമേഷൻസ് ആവുക. അതായത് നമുക്ക് തന്നെ മനസ്സിലാവാതിരിക്കുക ഏതാണ് ഇമ്പോർട്ടൻ്റ് ഏതാണ് അൺഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവാതിരിക്കുന്ന സിറ്റുവേഷനാണെന്ത് ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടാവും. വെറുതെ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് അല്ലാത്തതും ആയതുമൊക്കെ എന്ത് ചെയ്യുക, ഒരുമിച്ച് കളക്ഷൻ ഓഫ് സ്റ്റോർ ചെയ്ത് വെക്കുക. The causes of information overload. There are 5 categories of reason for information overload. However, it is important to remember that information overload is usually the result of a combination of overlapping these factors and not a single one. അപ്പോൾ 5 കാരണം കൊണ്ടാണ് ഇൻഫർമേഷൻ ഓവർലോഡ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു കാരണം കൊണ്ട് മാത്രമല്ല, ഈ പറഞ്ഞ 5 കാരണങ്ങൾ എന്താണ് ഒരുമിച്ച് ഉണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഇൻഫർമേഷൻ ഓവർലോഡ് ഉണ്ടാകുന്നത്. അതിൽ ഫസ്റ്റ് കാരണം പറയുന്നത് പീപ്പിൾ. Information have a role in causing information overload. Individual have a role in causing information overload. It occurs when the quantity of information to be processed is more than the individual can process in the time available for processing. The capacity to process information is influenced by the education, training, experience and motivation as well as the സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ. അപ്പോൾ ഒരു പീപ്പിളിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒരു പീപ്പിളിൻ്റെ കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുക, ഇൻഫർമേഷൻ കൂടുതലാവുക. അപ്പോൾ അയാൾ പ്രോസസ്സ് ചെയ്യുന്നത് നമ്മളൊരു സിസ്റ്റം പ്രോസസ്സ് ചെയ്യുന്നതിനേക്കാൾ സ്ലോ ആയിരിക്കും. അപ്പോൾ അയാൾക്ക് വേണ്ട കാര്യങ്ങൾ അയാൾ വേണ്ടാണ്ട് എന്ത് ചെയ്ത് വെക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻ ഓവർലോഡ് സംഭവിക്കും. ദെൻ ടെക്നോളജി പ്ലേസ് ആൻ സിഗ്നിഫിക്കൻ്റ് റോൾ ടു ഒക്കർ ഇൻഫർമേഷൻ ഓവർലോഡ്. It is not only creates information but also gives access to very fast amount of it. It is estimated that every 1.5 years the amount of worldwide information doubles. Some of the major source of information overload include email, internet, extranet and the internet. അപ്പോൾ ടെക്നോളജി വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇൻഫർമേഷൻസ് കൂടി. ഇപ്പോൾ നമുക്ക് ആദ്യകാലത്തൊന്നും ഈ വാട്സപ്പ് ഫേസ്ബുക്ക് ഒന്നും ഇല്ല. അപ്പോൾ ഇപ്പോൾ അതുകൂടെ വന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഇപ്പോൾ നമ്മുടെ ഫോണാണെങ്കിൽ മെമ്മറി ഫുള്ളായി പോകുന്നില്ല. എന്തുകൊണ്ടാണ്, നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ കുറേ ഇൻഫർമേഷൻസ് നമുക്ക് വേണ്ടതും വേണ്ടാത്തതൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ സിസ്റ്റത്തിലേക്ക് വന്നു ചേരും. അപ്പോൾ ആ സമയത്ത് വേണ്ടാത്ത ഒരുപാട് സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ടെക്നോളജി കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻസ് കൂടുന്നുണ്ട്. Then the organization. A successful organization must be dynamic. The constant need to change requires intensive communication and coordination. When the change process is implemented well, the information load can be reduced. When handled poorly, information load can increase. Information searching is done by end users rather than by information പ്രൊഫഷണൽസ്. അപ്പോൾ ഓർഗനൈസേഷൻസിൽ എന്താണ് ചേഞ്ചസ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു പഴയ ആളെ ഒഴിവാക്കി പുതിയ ആളെ എടുക്കുമ്പോൾ അയാളുടെ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക, അതിൽ കളക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇൻഫർമേഷൻ ഓവർലോഡാണ് വരുന്നത്. പ്രോസസ് ആൻഡ് ടാസ്ക്. ദ പ്രോസസ് ആൻഡ് ടാസ്ക് ദാറ്റ് നീഡ് ടു ബി പെർഫോംഡ് certainly influence information overload. The more complex a process or task, the greater the information load and the more time required to complete it. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള വർക്ക് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കോംപ്ലക്സ് ആവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാണ്, ഒരുപാട് ഇൻഫർമേഷൻസും വേണ്ടി വരും. കുറേ സമയം എന്ത് ചെയ്യും, ഇതിനു വേണ്ടി നമ്മൾ ചിലവാക്കുകയും ചെയ്യും. Then information attributes.
The final cause of information overload is the characteristics of the information itself. For example, improving the quality of the information reduces the occurrence of information overload. Number of items comprising information, uncertainty of information, diversity of information, and increase in number of alternatives, ambiguity of information. അപ്പോൾ ഇൻഫർമേഷൻ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ കുറേ എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക നമുക്ക് വേണ്ട അവസരം വരുമ്പോൾ ഒരു കാര്യത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ എന്താകുന്നുണ്ട്, ഇൻഫർമേഷൻ ഓവർലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് പറഞ്ഞത്. എന്ത് ചെയ്യുക, ഈ ക്ലാസ് നോട്ട് ചെയ്ത് ചെയ്യാം. താങ്ക് യു.